സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത്. അതിൽ ആക്ടിവിറ്റി 1 നോക്കൂ, ലെറ്റ്സ് ഡ്രോ ആൻഡ് റൈറ്റ് എന്നാണ് കേട്ടോ. അതിൽ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ആൻഡ് കളർ ഇറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ ചുവടെ എന്താണ് വീടിന്റെ ഒരു പിക്ചറിന്റെ പകുതി തന്നിട്ടുണ്ട് അല്ലെ. ആ ചിത്രം പൂർത്തിയാക്കിയിട്ട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുക കേട്ടോ. അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ ആണ്, ലെറ്റ്സ് കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഷേപ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ, ഓരോ ഷേപ്സ് ഉപയോഗിച്ചിട്ട് വരച്ച ഒരു ഫിഗർ ആണ് അല്ലെ. അതായത് സർക്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്, റെക്ടാങ്കിൾ. ഈ 3 ഷേപ്സും വെച്ച് വരച്ച ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഓരോ ഷേപ്സും എത്രണ്ണം വീതമാണെന്ന് എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യം നമുക്ക് കൗണ്ട് ചെയ്യേണ്ടത് ഏതാണ്, സർക്കിൾ ആണ്. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 സർക്കിൾസ് ആണുള്ളത്. ഇനി ഇവിടെ കണ്ടോ, ഐസ് കണ്ടോ, അത് സർക്കിൾ ആയിട്ടല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത് കൂട്ടണ്ട. സർക്കിൾ ഷേപ്പിലാണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തണം കേട്ടോ. ഇവിടെ കണ്ടു കഴിഞ്ഞാല് സർക്കിൾ അല്ല, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ എത്ര ടോട്ടൽ നമ്പർ ഓഫ് സർക്കിൾസ് എത്രയാ, 11 എന്ന് എഴുതാം കേട്ടോ. അടുത്തത് നമുക്ക് ഇനി റെക്ടാങ്കിൾ ആണ് നോക്കേണ്ടത്. എത്ര റെക്ടാങ്കിൾസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 ആണ് കേട്ടോ. ഇവിടെ ഈ ഫിഗറിൽ കയ്യിലുള്ള 2 ഷേപ്സ് ഇല്ലേ, അതായത് സർക്കിളിന്റെ ചുവടെ കൊടുത്തിരിക്കുന്നത്, അത് രണ്ടും എന്തല്ല, റെക്ടാങ്കിൾസ് അല്ല കേട്ടോ. എന്താ കാരണം, ഒരു റെക്ടാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് എതിർ വശങ്ങൾ എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻസ് ആയിരിക്കും. ഇവിടെ കണ്ടോ സർക്കിൾ ആണല്ലേ ഒരു സൈഡിൽ. അപ്പൊ സർക്കിളിന്റെ അവിടെ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ കേർവ്ഡ് അല്ലേ, വളഞ്ഞിട്ടല്ലേ. അതുകൊണ്ട് അത് നമുക്ക് റെക്ടാങ്കിൾ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് റെക്ടാങ്കിൾസ് എത്രയാണ്, 8 ആണ് കേട്ടോ. ഇവിടെ 8 റെക്ടാങ്കിൾസ് എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഇതിലെ ഈ ഫിഗറിലെ ഏറ്റവും വലിയ റെക്ടാങ്കിൾ ഇല്ലേ, ആ വലിയ റെക്ടാങ്കിളിന്റെ നടുവിലല്ലേ ഒരു ലൈൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ വലിയ റെക്ടാങ്കിൾ നമ്മൾ ഫസ്റ്റ് ഒന്നായിട്ട് കൂട്ടണം കേട്ടോ. പിന്നെ നടുവിൽ ഒരു ലൈൻ വന്നപ്പോ നമുക്ക് കണ്ടോ, അത് പിന്നീട് 2 റെക്ടാങ്കിൾസ് ആയില്ലേ. അങ്ങനെ 3 റെക്ടാങ്കിൾസ് കേട്ടോ. പിന്നെ കാലിന്റെ അവിടെ 4 റെക്ടാങ്കിൾ കേട്ടോ. പിന്നെ കഴുത്തിലെ 1. അങ്ങനെയാണ് കേട്ടോ 8 റെക്ടാങ്കിൾസ്. അടുത്തത് നമുക്ക് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് നോക്കാം. 1 2 3 4 ട്രയാങ്കിൾസ് ആണ് കേട്ടോ. ആക്ടിവിറ്റി 2 ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ് എന്നാണ് അതിലെ എ ക്വസ്റ്റ്യൻ കേട്ടോ. കംപ്ലീറ്റ് ദ മിസ്സിംഗ് കോളംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 3 ടെൻസും 10 10 10. അപ്പൊ 3 ടെൻസ് അല്ലേ, ആൻഡ് 4 ones അല്ലേ, 1 1 1 1. 4 ones is equal to 34 എന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ബാക്കി ഫില്ല് ചെയ്യണേ. അടുത്തത് 1 10 and 4 ones is equal to എത്രയാ, 1 10ഉം 4 onesഉം വന്നാല് 4 ones എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ 10ഉം 4ഉം എത്രയാ, 14 എന്ന ബോക്സിൽ എഴുതാട്ടോ. ഇനി സി നോക്കാം. 2 10s ഉണ്ടല്ലേ, ആൻഡ് എത്ര ones ആണ് തന്നിട്ടില്ല, is equal to 23 എന്ന് തന്നിട്ടുണ്ട്. നമുക്കറിയാം 2 10s എന്ന് പറഞ്ഞാൽ 20 ആയി. 20യുടെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 23 കിട്ടുക, 3 ആണ് അല്ലേ. അപ്പൊ 3 onesഉം കൂടിയും ചേർന്നാലല്ലേ 23 ആവുക. അപ്പൊ 1 1 1 എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ഫസ്റ്റ് ബോക്സിൽ നമുക്ക് തന്നിട്ടില്ല, എത്ര ടെൻസ് ആണ് തന്നിട്ടില്ല. 1s 4 തന്നിട്ടുണ്ട്, ഇസ് ഈക്വൽ ടു 44 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ 4ന്റെ കൂടെ എത്ര ടെൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് 44 കിട്ടുക, 4 10s അല്ലേ. അപ്പൊ എത്ര ടെൻസ് അവിടെ എഴുതണം, 10 10 10 10. 4 10s അവിടെ എഴുതണം കേട്ടോ. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 6 ones ആണ് നമുക്ക് തന്നിട്ടുണ്ട്, എത്ര ടെൻസ് ആണ് തന്നിട്ടില്ല. ഇസ് ഈക്വൽ ടു 36 എന്നാണ് തന്നിരിക്കുന്നത് അല്ലെ. 6 ones എന്ന് പറഞ്ഞാൽ 6 ആണല്ലോ. അപ്പൊ 6ന്റെ കൂടെ എത്ര ടെൻസ് വന്നാലാണ് 36 വരിക, 3 10s അല്ലേ. അപ്പൊ എന്ത് ചെയ്യാ, ബോക്സിൽ 10 10 10 3 10s എഴുതാ കേട്ടോ. ബി ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് എല്ലാം വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത് ചിലപ്പോ നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനും പറയാം. അപ്പൊ അങ്ങനെ നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നമുക്കിപ്പോ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതാം. ഫസ്റ്റ് വരി ഏതാണ്, 44 ആണ്. ദെൻ വരി ഏതാണ്, 36 ആണ്. അടുത്തത് 34, അടുത്തത് 23, അടുത്തത് എത്രയാ വരിക, 14.
അടുത്തത് ആക്ടിവിറ്റി 3 ഹു ആം ഐ ഫൈൻഡ് മീ ആൻഡ് റൈറ്റ് ഓൺ ദ ഫ്ലവർ പോട്ട് റൈറ്റ് അബൌട്ട് മീ ഓൺ ഫ്ലവേഴ്സ് ആൾസോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്താണ് എന്നെ കണ്ടെത്തൂ എന്നിട്ട് ഫ്ലവർ പോട്ടിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പൂച്ചട്ടിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ കുറിച്ചിട്ട് പൂക്കളിൽ എഴുതാനുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലവർ പോട്ടിൽ ഏതാണെന്ന് നമുക്ക് കണ്ടെത്തിയിട്ട് എഴുതണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കണ്ടോ ഫ്ലവേഴ്സിൽ കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. ബിറ്റ്വീൻ 34 and 36 എന്ന് തന്നിട്ടുണ്ട്. അതായത് 34ന്റെയും 36ന്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഏതാ വരിക? 34ന്റെയും 36ന്റെയും ഇടയിലുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 35 അല്ലേ. അപ്പൊ 35 നമുക്ക് ആൻസർ കിട്ടി. ബാക്കി നമുക്ക് അതന്നെയല്ലേ ആൻസർ വരുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. 5 more than 30 എന്ന് പറഞ്ഞാലോ 30 കാട്ടിലും 5 കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 30 കാട്ടിലും 5 കൂടുതൽ എന്ന് പറഞ്ഞാല് 35 അല്ലേ. 30 + 5 അല്ലേ 35 ആണ്. ദെൻ അടുത്തത് നമുക്ക് തന്നിട്ടുണ്ട് എന്താ 4 less than 39. അതായത് 39 കാട്ടിലും 4 കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ 39 കാട്ടിലും 4 കുറവ് എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 35 തന്നെയല്ലേ. ആരാണ് നമ്മൾ കണ്ടെത്തി കേട്ടോ. അതെവിടെ എഴുതണം? നമ്മള് പൂച്ചട്ടിയിൽ എഴുതണം കേട്ടോ. 35 എന്ന് ഇവിടെ എഴുതുക കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? 35നെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങള് ബാക്കി ഫ്ലവേഴ്സിൽ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നത് ബിറ്റ്വീൻ 34 and 36 തന്നിട്ടുണ്ട്. 5 more than 30 തന്നിട്ടുണ്ട്. 4 less than 39 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 3 10s 5 1s എന്ന് എഴുതിക്കോടെ. 35 അല്ലേ. 5 less than 40 എഴുതിക്കോടെ. 35 ആണല്ലോ. 35 1s എന്ന് എഴുതാം. 1 more than 34 എന്ന് എഴുതാം. അതും 35 ആണല്ലേ. പിന്നെ എങ്ങനെ എഴുതാം? നമുക്ക് 30 + 5 എന്ന് എഴുതാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. പക്ഷെ ഉത്തരം നമുക്ക് എന്ത് കിട്ടണം? 35 കിട്ടണം എന്നേ ഉള്ളൂ കേട്ടോ. ആക്ടിവിറ്റി 4 ലെറ്റ്സ് ഫൈൻഡ്. അതിലെ A ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മിസ്സിംഗ് നമ്പേഴ്സ് കണ്ടെത്താനാണ്. അവിടെ നോക്കാം. 99 100 101 എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് കണ്ടോ എന്താണ് നടുക്കിലത്തെ നമ്പർ തന്നിട്ടുണ്ട് അല്ലെ. 121 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്പർ ജസ്റ്റ് ബിഫോർ 121 കാണണം. നമ്പർ ജസ്റ്റ് ആഫ്റ്റർ 121 കാണണം. 121ന്റെ തൊട്ട് മുന്നത്തെ നമ്പർ എഴുതണം. 121ന്റെ ശേഷം വരുന്ന നമ്പർ എഴുതണം കേട്ടോ. തൊട്ട് മുന്നത്തെ നമ്പർ എത്രയാ വരിക? 120 അല്ലെ. 120 എന്ന് എഴുതാം. അടുത്തത് എന്താ വരിക? 121 കഴിഞ്ഞ് വരുന്ന നമ്പർ ഏതാ? 122. അടുത്തത് നോക്കാം. നമുക്ക് 150 എന്ന് തന്നിട്ടുണ്ട്. 151 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് നമ്പർ ജസ്റ്റ് ബിഫോർ 150 ആണ് കാണേണ്ടത് അല്ലെ. അതായത് 150ന്റെ തൊട്ട് മുന്നത്തെ നമ്പർ അല്ലെ. അപ്പൊ ഏതാ വരിക? 149. അപ്പൊ അവിടെ 149 എന്ന് എഴുതാം കേട്ടോ. അതിൽ തന്നെ ഒരു B ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ലെറ്റ്സ് കംപ്ലീറ്റ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ദ പാറ്റേൺ ആണ്. 130 140 150. അപ്പൊ ഇനി എങ്ങനെയാ വരിക? ഇവിടെ എങ്ങനെയാ കൂടുന്നത്? 10s പ്ലേസിലാണ് കൂടുന്നത് അല്ലെ. 1s പ്ലേസിൽ മാറ്റമൊന്നുമില്ല. 10s പ്ലേസിൽ എത്ര വെച്ചിട്ടാ കൂടുന്നത്? 1 1 1 വെച്ചിട്ടാണ് കൂടുന്നത്. ആദ്യം 3 ആയിരുന്നു 10s പ്ലേസിൽ, പിന്നെ 4 ആയി, പിന്നെ 5 ആയി അല്ലെ. 100s പ്ലേസിൽ മാറ്റമൊന്നുമില്ല. അപ്പൊ എത്രയാ കൂടുന്നത്? 10 അല്ലേ. അപ്പൊ അടുത്തത് എന്താ വരിക? 150യുടെ കൂടെ 10 ആഡ് ചെയ്ത 160. അടുത്തത് എത്രയാ വരിക? 160യുടെ കൂടെ 10 ആഡ് ചെയ്ത 170. ഇവിടെ രണ്ടാമത്തെ നോക്കൂ. 110 190. ഇവിടെ എങ്ങനെയാ പാറ്റേൺ തന്നിരിക്കുന്നതൊക്കെ എങ്ങനെയാ? ഡിക്രീസിങ് ആണല്ലേ. കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആദ്യം 110 ആയിരുന്നു, പിന്നെ 100 ആയി, പിന്നെ 90 ആയി എന്ന് പറയുമ്പോൾ എത്രയാ കുറയുന്നത്? 10 വെച്ചിട്ടാണ് കുറയുന്നത് അല്ലെ. അപ്പൊ 90ൽ നിന്ന് 10 കുറഞ്ഞാൽ എത്രയാ? 80. 80ൽ നിന്ന് 10 കുറഞ്ഞാൽ എത്രയാ? 70. അങ്ങനെ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കാം. ലെറ്റ്സ് ഡ്രോ എന്നാണ്. ലെറ്റ്സ് ഡ്രോ ദ മാച്ചിങ് വൺസ്. അതായത് നമുക്ക് ഒരേപോലെ ഉള്ളവയെ വരയ്ക്കാം എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? കുറച്ച് ഷേപ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ആദ്യത്തെ കോളത്തില് സ്ഫിയർ ഷേപ്പ് ഉണ്ട്, ഗോളാകൃതിയിലുണ്ട്, റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ട്, അടുത്തത് സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ളതാണ് അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന ഷേപ്സുകളില് ഈ അപ്പുറത്ത് തന്നിരിക്കുന്ന ഒബ്ജക്ട്സ് ഏതാ നോക്കിയിട്ട് വരച്ച് യോജിപ്പിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യത്തെ സ്ഫിയർ ഷേപ്പിലുള്ളത് ഏതാണ്? ബോൾ അല്ലേ. അപ്പൊ ഫസ്റ്റ് വരച്ച് യോജിപ്പിക്കുക ബോളിലോട്ട്. അടുത്തത് റെക്ടാങ്കുലർ ഷേപ്പിലുള്ളത് ഏതാണ്? ബിസ്ക്കറ്റിന്റെ അല്ലെ, ബോക്സ് ആണ് അല്ലെ. അപ്പൊ ബിസ്ക്കറ്റിലോട്ട് വരച്ച് യോജിപ്പിക്കുക. അടുത്തത് ഏതാണ്? ആദ്യത്തെ അല്ലേ, അതിൽ വരച്ച് യോജിപ്പിക്കുക കേട്ടോ. അടുത്ത് B, ഹൂ ഈസ് നെക്സ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പൊ അതില് കണ്ടോ ആരാണ് അടുത്തത് എന്നാണ്. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് എങ്ങനെയാ നോക്കൂ. ഇത് തന്നിരിക്കുന്നത് റെക്ടാങ്കിളും സർക്കിളും ട്രയാങ്കിളും വെച്ചിട്ടാണ് കേട്ടോ വരച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തത് എങ്ങനെയാ വരിക? ദാ ഇതുപോലെ വരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക് ട്ടോ. എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓക്കെ, ബൈ.